നമസ്കാരം. ജ്യോതിഷത്തിൽ അറിവിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും പൂർണ്ണകാരകനായ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള 3 നക്ഷത്രങ്ങളാണ് പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നിവ. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങളായതുകൊണ്ട് ഇവരുടെ ജനനം 16 വർഷം നീണ്ടു നിൽക്കുന്ന വ്യാഴ ദശയിലാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഒരേ ക്രമത്തിലാണ് ഇവരുടെ 9 ദശാകാലവും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ 3 നക്ഷത്രങ്ങളും ഒരൊറ്റ രാശിയിലല്ല വരുന്നത്. ഇവ കൃത്യമായി 2 വ്യത്യസ്ത കൂറുകളിലായി വീതിക്കപ്പെട്ടിരിക്കുന്നു. പുണർദത്തിന്റെ ആദ്യ 3 പാദങ്ങൾ ബുധന്റെ മിഥുനത്തിലും അവസാന പാദം ചന്ദ്രന്റെ കർക്കിടകത്തിലുമാണ്. വിശാഖത്തിന്റെ ആദ്യ 3 പാദങ്ങൾ ശുക്രന്റെ തുലാത്തിലും അവസാന പാദം ചൊവ്വയുടെ വൃശ്ചികത്തിലുമാണ്. പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ ശനിയുടെ കുംഭത്തിലും അവസാന പാദം വ്യാഴത്തിന്റെ സ്വന്തം ഭവനമായ മീനത്തിലുമാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും ഇവരുടെ ജനനം ഏത് കൂറിലാണ് എന്നതിനെ ആശ്രയിച്ച് വ്യാഴദിശ മുതൽ രാഹുദശ വരെയുള്ള ഇവരുടെ ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓരോ നക്ഷത്രക്കാരുടെയും ദശാകാലവും ദശാനാഥന്മാരുമായി ബന്ധപ്പെട്ട് ഫലം പറയുന്ന ഈ സെഗ്മെന്റിലെ 7ാമത്തെ വീഡിയോയാണിത്. ഇതുമായി ബന്ധപ്പെട്ട മുൻ വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവേത് അത് കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ദശാനാഥന്മാരും ദശാകാലവുമായി ബന്ധിപ്പിക്കപ്പെട്ട ഫലങ്ങളെ പറ്റിയാണ്. ഇവരുടെ വ്യാഴദശ മുതൽ രാഹുദശ വരെയുള്ള കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഏത് സമയത്താണ് ഇവർക്ക് ജീവിതത്തിൽ മഹാരാജയോഗ കാലങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് പരിഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ 3 നക്ഷത്രക്കാരുടെയും ഭാഗ്യവർദ്ധനവിനായി അവർ നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും അത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഈ പ്രപഞ്ചശക്തികൾ നിങ്ങൾക്ക് മോചനം നൽകട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവുമൊക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 1ാമത്തെ ദശ അവരെ സ്വന്തം നക്ഷത്രനാഥനായ വ്യാഴദശയാണ്. ഇത് ജനനം മുതൽ പരമാവധി 16 വയസ്സ് വരെയുള്ള കാലത്താണ്. പക്ഷേ പൊതുഫലം പറയുമ്പോൾ ഇതിൻ്റെ പാതി, അതായത് 8 വർഷം എന്നുള്ള കണക്ക് നോക്കിയാണ് പറയുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും ജന്മശിഷ്ടം അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. എങ്കിലും പൊതുഫലം എന്ന നിലയ്ക്ക് 8 വർഷം, അതായത് 8 വയസ്സ് വരെ എന്ന കണക്കിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ബാല്യകാലം കടന്നു പോകുന്ന ഈ ദശയിൽ 2 കൂറുകളിലും വരുന്നത് വ്യത്യസ്തമായ ഫലങ്ങളാണ്. പുണർദം നക്ഷത്രത്തെ സംബന്ധിച്ച് മിഥുനക്കൂർ, അതായത് 1, 2, 3 പാദങ്ങളടങ്ങിയ മിഥുനക്കൂറിലെ പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴം 7, 10 ഭാവാധിപനാണ്. കുട്ടിക്കാലത്ത് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിലും ചെറിയ തോതിൽ കേന്ദ്രാധിപത്യ ദോഷം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറുകാർക്കാണെങ്കിൽ വ്യാഴം ഉച്ചനാണ്. അതുകൊണ്ട് കർക്കിടകക്കൂറിലെ പുണർദം നക്ഷത്രക്കാർക്ക് കുട്ടിക്കാലം അതിഗംഭീരമായിരിക്കും. മാതാപിതാക്കൾക്ക് വൻ സാമ്പത്തിക അഭിവൃദ്ധിയും ഭാഗ്യവും ഈ കുട്ടികളിലൂടെ ലഭിക്കും. വിശാഖ നക്ഷത്രം തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ തുലാക്കൂറിലാണ്. തുലാം രാശിക്ക് വ്യാഴം 3, 6 ഭാവാധിപനാണ്. കുട്ടിക്കാലത്ത് വിചാരിച്ചതിലും കൂടുതൽ കഠിനാധ്വാനം പഠനത്തിൽ ഈ കുട്ടികൾ ചെയ്യേണ്ടി വരും. ചെറിയ രീതിയിലുള്ള ബാലാരിഷ്ടതകളും ഇവർക്കുണ്ടാകാം. 4ാം പാദത്തിലുള്ള വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 2, 5 ഭാവാധിപനാണ്. ധന, പൂർവ്വ, പുണ്യാധിപൻ എന്ന് പറയും. ഈ കുട്ടികൾ അതിബുദ്ധിമാന്മാരും കലാപരമായ കഴിവുകൾ ചെറുപ്പത്തിലെ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ കുംഭക്കൂറിലും മീനക്കൂറിലുമാണ് വരുന്നത്. ഇവരുടെ 1, 2, 3 പാദങ്ങൾ അടങ്ങിയ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം 2, 11 നാഥനാണ്. കുടുംബത്തിൽ സാമ്പത്തികമായി വലിയ പുരോഗതിയും സന്തോഷവും ഈ കുട്ടിയുടെ ജനനത്തോടു കൂടി ഉണ്ടാകും. 4ാം പാദം വരുന്ന മീനക്കൂറിലുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സ്വന്തം നാഥനാണ് വ്യാഴം, 1, 10 അധിപൻ. കുട്ടിക്കാലം മുതൽക്കേ വലിയ ഈശ്വരാനുഗ്രഹവും സമൂഹത്തിൽ എല്ലാവരുടെയും സ്നേഹവും ഇവർക്ക് ലഭിക്കും. വ്യാഴദശയ്ക്ക് ശേഷം വരുന്നത് ശനിയാണ്, ശനിദശയാണ്. ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും കരിയറിൻ്റെയും തുടക്കം ഈ കാലഘട്ടത്തിൽ എന്ന് പറയാം. 19 വർഷമാണ് ശനിദശാകാലം. വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ശനി 2ാമത്തെ ദശയായ സമ്പദ് ദശയായിട്ടാണ് കണക്കാക്കുന്നത്. ഉന്നത പഠനം, കരിയർ, വിവാഹം എന്നിവ ഈ പ്രായത്തിലാണ് വരുന്നത്.
മിഥുനക്കൂറിലുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ശനി 8-9 ഭാവാധിപനാണ്. കരിയറിന്റെ തുടക്കത്തിൽ കഠിനമായ അധ്വാനം വേണ്ടിവരും. എന്നാൽ 9ാം ഭാവത്തിന്റെ ബലം കൊണ്ട് വിദേശ പഠനത്തിനും വിദേശ ജോലിക്കും വലിയ അവസരങ്ങൾ ഈ പ്രായത്തിൽ ലഭിക്കും. അത്തരം ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർ അല്ലെങ്കിൽ ശ്രമിക്കുന്നവർക്ക് ഈ 9ാം ഭാവത്തിന്റെ ബലം കൊണ്ട് അത് സാധ്യമാകും. കർക്കിടകക്കൂറിലെ പുണർദം നക്ഷത്രക്കാർക്ക് ശനി 7-8 ഭാവാധിപനാണ്. കരിയറിലും വിവാഹ കാര്യങ്ങളിലും തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങളോ താമസങ്ങളോ ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ അത് കാര്യമാക്കാനില്ല. കഠിനമായ ശ്രമത്തിലൂടെ ഇവർക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടം, സ്ഥാനമൊക്കെ ഉണ്ടാക്കി എടുക്കുവാൻ കഴിയും. തുടക്കത്തിലെ തടസ്സങ്ങളും അല്ലെങ്കിൽ താമസങ്ങളും ഒന്നും കാര്യമാക്കാതെ നന്നായി ശ്രമിച്ചാൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കുവാനായി കഴിയും. തുലാക്കൂറിലെ വിശാഖ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണിത്. മഹാരാജ യോഗ കാലം എന്നൊക്കെ പറയാം ഈ ശനിദശയെ. കാരണം തുലാം രാശിയുടെ ഏറ്റവും വലിയ യോഗ കാരകനാണ് ശനി. 4-5 ഭാവാധിപൻ. 35 വയസ്സിനുള്ളിൽ തന്നെ ഉന്നത പദവി, സ്വന്തമായി വീട്, വാഹനം എന്നിവയൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം. വൃശ്ചികക്കൂറിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ശനി 3-4 ഭാവാധിപനാണ്. കടുത്ത മത്സരങ്ങൾ നേരിടേണ്ടി വരും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ. പക്ഷേ കഠിനാധ്വാനം കൊണ്ട് ഇവർക്ക് ഇതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഭൂമി, വീട് എന്നിവ സമ്പാദിക്കുവാൻ ഈ പ്രായത്തിൽ ഇവർക്ക് സാധിക്കും. നല്ല ജോലി കണ്ടെത്തുവാൻ കഴിയും. പക്ഷെ തുലാക്കൂറുകാർക്ക് കിട്ടുന്ന അത്രയും ഭാഗ്യാവസരങ്ങൾ ഒരുപക്ഷെ വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കില്ല. എന്നാൽ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും കഴിയും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ കുംഭക്കൂറിലുള്ളവർക്ക് സ്വന്തം നാഥനായിട്ടാണ് ശനി വരുന്നത്. 1-12 അധിപൻ. ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളും നേതൃത്വ സ്ഥാനങ്ങളും തേടിയെത്തുന്ന കാലം. ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നല്ല സ്ഥാനങ്ങളിലേക്ക് ഇവർക്ക് എത്തുവാൻ കഴിയും. വിദേശത്തു നിന്നും ശനിദശയിൽ കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് വിദേശവാസമോ വിദേശത്തൊരു ജോലിയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളോ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പൂരുരുട്ടാതിയിലെ മീനക്കൂറുകാർക്ക് ശനി 11-12 ഭാവാധിപനാണ്. വലിയ തോതിൽ വരുമാനം സമ്പാദിക്കാൻ കഴിയുമെങ്കിലും അതോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ്സുകൾ പോലുള്ള കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. മറ്റുള്ളവരാൽ ചതിക്കപ്പെടുവാനും തിരസ്കരിക്കപ്പെടുവാനും ഇടയാകുന്ന അനേക സന്ദർഭങ്ങൾ മീനക്കൂറുകാർ അഭിമുഖീകരിക്കേണ്ടി വരും. പല കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒടുവിൽ നഷ്ടവും മനോവിഷമവും ഒക്കെ നേരിടേണ്ടി വരും. അതൊക്കെ ഒന്ന് കരുതി പ്രവർത്തിച്ചാൽ മതി. പക്ഷേ ഇവരുടെ കഠിനാധ്വാനത്തിന് നല്ല പ്രതിഫലം ലഭിക്കും, അംഗീകാരം ലഭിക്കും, സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കി എടുക്കുവാനും കഴിയും. അടുത്തു വരുന്ന ബുധദശയാണ്. 17 വർഷമാണ് ബുധദശാകാലം. നവതാര ചക്രപ്രകാരം ഇത് 3ാമത്തെ ദശയായ വിപദ്ദശയാണെങ്കിലും കൂറുകൾ അനുസരിച്ച് ഇതിൻ്റെ ഫലങ്ങൾ മാറി മറിയും. മിഥുനക്കൂറിൽ വരുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഇത് വളരെ നല്ല കാലമാണ്. പരമമായ രാജയോഗ കാലം എന്ന് തന്നെ പറയാം. ബുധൻ ഇവരുടെ സ്വന്തം രാശ്യാധിപനാണ്. 1-4 നാഥൻ. ജീവിതത്തിൽ വലിയ ബിസിനസ് വിജയങ്ങളും ഔദ്യോഗിക രംഗത്തെ നേട്ടങ്ങളും സാമ്പത്തിക വിജയങ്ങളും മാനസികമായി നല്ല സമാധാനവും സന്തോഷവുമൊക്കെ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ബുധദശ. ബൗദ്ധികമായ ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിക്കുവാനും മനസ്സിലാക്കിയെടുക്കുവാനും അതിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ മിഥുനക്കൂറുകാർക്ക് കഴിയും. അതേസമയം കർക്കിടകക്കൂറുകാർക്ക് ബുധൻ 3-12 ഭാവാധിപനാണ്. ബിസിനസ്സിലോ ജോലിയിലോ വലിയ മാറ്റങ്ങൾ, അടിക്കടിക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. പലപ്പോഴും നല്ല അലച്ചിലുകൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. കടുത്ത ചെലവുകൾ, സാമ്പത്തികമായി നല്ല ചെലവ് ഉണ്ടാകുന്ന കാലമാണ്. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ജാഗ്രത വേണം. അനാവശ്യമായി പണം ചെലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പണമിറക്കാവൂ. അറിയാവുന്ന ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ മാത്രമേ പണമിറക്കി ഈ സമയത്ത് ചെയ്യാവൂ. അടുത്ത വിശാഖ നക്ഷത്രക്കാർ. തുലാക്കൂറിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ബുധൻ 9ാം ഭാവാധിപനാണ്. ഭാഗ്യാധിപൻ എന്ന് പറയാം. വിപദ്ദശയാണെങ്കിൽ പോലും ഭാഗ്യാധിപന്റെ ദശയായതുകൊണ്ട് അവിചാരിതമായ ധനലാഭം, വിദേശയാത്രകൾ, മക്കളിലൂടെ വലിയ സന്തോഷം എന്നിവ ഈ 17 വർഷത്തിനിടയിൽ ഉണ്ടാകും. വൃശ്ചികക്കൂറിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ബുധൻ 8-11 ഭാവാധിപനാണ്.
പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, മൊത്തത്തിലൊരു ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ ഇവർക്ക് ഈ കാലത്ത് ലഭിക്കും. വളരെ പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ, ചെറിയ പരിശ്രമത്തിൽ നിന്നും വലിയ നേട്ടങ്ങൾ, വിജയങ്ങൾ, പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതകൾ, ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിലേക്ക് വിജയവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും മാത്രം ഒന്ന് നിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ളൊരു കാലം കൂടിയാണ്. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 5-8 ഭാവാധിപനാണ് ബുധൻ. ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ വൻ ലാഭമുണ്ടാക്കുവാൻ ഇവർക്ക് കഴിയും. ഭൂമി, വാഹനം അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ, കൺസ്ട്രക്ഷൻ മേഖല പോലുള്ള ബിൽഡിങ്ങുകൾ, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലാഭം വരും. ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. അടിക്കടി ഉണ്ടാകുന്ന വിജയങ്ങളിൽ അഹങ്കാരമുണ്ടാകാതിരിക്കുവാൻ പൂരുരുട്ടാതി നക്ഷത്രക്കാരായ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം. മീനക്കൂറുകാർക്ക് ബുധൻ 4-7 ഭാവാധിപനാണ്. ജീവിതത്തിൽ വലിയൊരു വളർച്ച ഈ പ്രായത്തിൽ നിങ്ങൾക്കുണ്ടാകും. സാമ്പത്തികപരമായൊരു ഉന്നതി, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലം, കർമ്മമേഖല ഏതായാലും അതിൽ പെട്ടെന്നൊരു ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുടെ പേരിൽ ആരംഭിക്കുന്ന ബിസിനസ്സുകൾ വൻ വിജയമാകും. നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേരിൽ ആരംഭിക്കുന്ന ബിസിനസ്സുകൾ, സംരംഭങ്ങളൊക്കെ നല്ല വിജയമായി പരിണമിക്കും. നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടം തീർച്ചയായും മീനക്കൂറിലുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ ബുധദശയിൽ ഉണ്ടാകും. അടുത്തു വരുന്ന കേതു ദശയാണ്. ആത്മീയതയും കരിയറിലെ സ്ഥിരതയുമൊക്കെയാണ് ഈ ദശയിൽ പ്രധാനമായും വരുന്നത്. 7 വർഷമാണ് കേതുദശാകാലം. 4ാമത്തെ ദശയായ ക്ഷേമദശ എന്ന് കണക്കാക്കാം. മിഥുനക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് ലൗകിക കാര്യങ്ങളിൽ നിന്ന് മനസ്സ് പതിയെ പിന്മാറുന്ന സമയം. ബിസിനസ്സുകൾ മക്കളെ ഏൽപ്പിച്ച് വിശ്രമിക്കുവാൻ താല്പര്യം കാണിക്കും. കർക്കിടകക്കൂറുകാർക്ക് കേതു ക്ഷേമദശയായതുകൊണ്ട് വിചാരിക്കാത്ത ആത്മീയ പുരോഗതിയും തീർത്ഥയാത്രകളും ഈ പ്രായത്തിൽ സാധ്യമാകും. തുലാക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ല ജാഗ്രതയോടുകൂടി പോകണം. ആഹാരക്രമങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് കേതു വൃശ്ചികത്തിൽ ശക്തനാണ്. അതുകൊണ്ട് ഈ പ്രായത്തിൽ സമൂഹത്തിൽ വലിയ ആദരവും ആത്മീയമായ ഉന്നതിയും ഒക്കെ ലഭിക്കും. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബപരമായ ബാധ്യതകളെല്ലാം തീർത്ത് മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന 7 വർഷമായിരിക്കും ഈ കേതുദശ. മീനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ തന്നെ രാശി ആയതുകൊണ്ട് കേതു ഇവിടെ ശുഭഫലങ്ങൾ നൽകും. മക്കളുടെ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ ഭംഗിയായി നടത്തുവാൻ സാധിക്കുന്ന കാലമാണ്. അടുത്തത് ശുക്രദശയാണ്. 20 വർഷമാണ് ശുക്രദശ കാലം. നവതാര ചക്രപ്രകാരം ഇത് 5ാമത്തെ ദശയായ പ്രത്യക് ദശ ആണ്. എന്നാൽ ഇവിടെയും ഓരോ കൂറുകാർക്കും അത്ഭുതകരമായ വ്യത്യസ്തമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് ശുക്രൻ 5-12 ഭാവാധിപനാണ്. മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്ന സമയം. അവരുടെ ഇത്രയും നാളുള്ള ജീവിതത്തിലെ സമ്പാദ്യം അതിന് പ്രാപ്തമായിരിക്കും എന്നതാണ് വാസ്തവം. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജീവിതം തന്നെ ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. കർക്കിടകക്കൂറുകാർക്ക് ശുക്രൻ 4-11 ഭാവാധിപനാണ്. സുഖ ഏകാദശാധിപൻ. ഈ പ്രായത്തിലും വലിയ ഭൗതിക സൗകര്യങ്ങളും പുതിയ വാഹനങ്ങളും നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ ഇവർക്ക് ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവർ സമ്പാദിച്ചു വച്ചിരുന്ന വസ്തുവകകളിൽ നിന്ന് ലാഭവും നേട്ടവുമൊക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്ന സമയം. വിശാഖം നക്ഷത്രക്കാർക്ക്, അത് തുലാക്കൂറിലുള്ളവർക്ക് ശുക്രൻ സ്വന്തം രാശ്യാധിപനാണ്. അതുകൊണ്ട് പ്രത്യക് ദശയുടെ യാതൊരുവിധ ദോഷവും ബാധിക്കില്ല. ഈ വയോധിക പ്രായത്തിലും വലിയ പ്രശസ്തിയും ആരോഗ്യവുമൊക്കെ ഇവർക്കുണ്ടാകും. ഇവരുടെ കർമ്മമേഖല ഏതായിരുന്നോ അതിൽ നിന്നുള്ള പ്രശസ്തി, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ പ്രവർത്തന മേഖലകളിൽ നിന്നുള്ള പ്രശസ്തിയൊക്കെ ഉണ്ടാകും. വൃശ്ചികക്കൂറുകാർക്ക് ശുക്രൻ 7-12 ഭാവാധിപനാണ്. വിദേശ യാത്രകൾ നടത്താനും വലിയ ആഡംബരത്തോടു കൂടി വിശ്രമ ജീവിതം നയിക്കാനുമൊക്കെ ഈ ദശ ഇവരെ സഹായിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുംഭരാശിയുടെ യോഗകാരകനാണ് ശുക്രൻ. 4-9 ഭാവാധിപൻ. അപ്പോൾ കുംഭക്കൂറിലുള്ള പൂരുരുട്ടാതിക്കാർക്ക് ഈ 20 വർഷം വൻ ധനലാഭത്തിൻ്റെയും കുടുംബസുഖത്തിൻ്റെയും കാലഘട്ടമായിരിക്കും. നല്ല കാലം തന്നെയാണ്. മീനരാശിയിൽ ശുക്രൻ ഉച്ചനാണ്. അതുകൊണ്ട് മീനക്കൂറുകാരായ പൂരുരുട്ടാതി
നക്ഷത്രക്കാർക്ക് വാർദ്ധക്യകാലത്തെ ഈ ശുക്രദശ മഹാരാജ യോഗ സമാനമാണ്. സമാധാനം, സന്തോഷം, ആഢ്യത്വം, സാമ്പത്തിക ഉന്നതിയൊക്കെ ഉണ്ടാകും. അവരുടെ സമ്പാദ്യങ്ങളിൽ നിന്നുള്ള ലാഭം കൊണ്ട് തന്നെ സുഖമായി ജീവിതം മുന്നോട്ട് പോകും. കൊച്ചുമക്കളുടെ വലിയ ഉന്നതി കണ്ട് സന്തോഷിക്കുവാനും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കും. അടുത്തത് സൂര്യദശയാണ് വരുന്നത്. 6 വർഷമാണ്. അപ്പോഴേക്കും ഏകദേശം ഈ ജാതകർക്ക് ഒരു 80 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം വരും. ഇത് 6ാമത്തെ ദശയായ സാധകദശയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ 3ാം ഭാവാധിപനാണ്. ഈ പ്രായത്തിലും അതീവ സജീവമായിരിക്കുവാനും യാത്രകൾ ചെയ്യുവാനും ഒക്കെ ഇവർക്ക് സാധിക്കും. കർക്കിടകക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് സൂര്യൻ 2ാം ഭാവാധിപനാണ്. കുടുംബത്തിൽ ഇവർ പറയുന്ന വാക്കിന് വലിയ ആധികാരികതയും ബഹുമാനവും ഒക്കെ ലഭിക്കും. തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രത്തിന് സൂര്യൻ 11ാം ഭാവാധിപനാണ്, ലാഭാധിപൻ. സാമ്പത്തികമായി മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ല. അവരുടെ ആഗ്രഹം അനുസരിച്ച് പണം ചെലവാക്കി ജീവിക്കുവാൻ കഴിയും. വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ 10ാം ഭാവാധിപനാണ്, കർമാധിപൻ. വലിയ ഏതെങ്കിലും ആത്മീയ സംഘടനകളുടെയോ ട്രസ്റ്റുകളുടെയോ ഒക്കെ നേതൃത്വ സ്ഥാനത്തിൽ ഈ പ്രായത്തിൽ അവർക്ക് ഇരിക്കുവാനുള്ള യോഗമുണ്ട്. അങ്ങനെ സർവരാലും ബഹുമാനിക്കുന്ന തരത്തിൽ അവർക്ക് ജീവിക്കുവാൻ കഴിയും. കുംഭക്കൂറിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സൂര്യൻ 7ാം ഭാവാധിപനാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും സ്വന്തം ആരോഗ്യത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം. മീനക്കൂറുകാർക്ക് സൂര്യൻ 6ാം ഭാവാധിപനാണ്. അസ്ഥിരോഗങ്ങൾ, കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വരാതെ ജാഗ്രത പുലർത്തണം. ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ മീനക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ കാലത്ത് നേരിടേണ്ടി വരും. 7ാമത്തെ ദശയായ ചന്ദ്രദശ വിശ്രമ ജീവിതത്തിൻ്റെ കാലം എന്ന് പറയാം. 10 വർഷമാണ് ചന്ദ്രദശ. ആരോഗ്യ സൗഖ്യത്തോടു കൂടി കടന്നു പോകുന്നവർക്ക് ഈ കാലഘട്ടത്തിലും അതിൻ്റെതായ ഫലങ്ങൾ ലഭിക്കും. നമ്മൾ 9 ദശകളുടെയും ഫലം പറയുന്നത് കൊണ്ടാണ് മറ്റ് ദശകളിലേക്കും കടന്നു പോകുന്നത്. ഇത് 7ാമത്തെ ദശയായ ബധദശയാണെങ്കിലും പ്രായം കണക്കിലെടുക്കുമ്പോൾ ചന്ദ്രൻ ഇവിടെ ദോഷം ചെയ്യില്ല. മിഥുനക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് 8ാം നാഥനായതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സ്നേഹവും പരിചരണവും ലഭിക്കും. കർക്കിടകക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ സ്വന്തം രാശ്യാധിപനാണ്. അതുകൊണ്ട് മനസ്സിന് അതീവ ശാന്തിയും പൂർണ്ണമായ ഈശ്വര ചിന്തയും ഈ പ്രായത്തിൽ ഉണ്ടാകും. വിശാഖ നക്ഷത്രക്കാർക്ക് തുലാക്കൂറിലുള്ളവർക്ക് ചന്ദ്രൻ 10ാം നാഥനാണ്. വരും തലമുറയ്ക്ക് വലിയൊരു മാതൃകയായി സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി ഇവർ ജീവിക്കും. വൃശ്ചികക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ 9ാം ഭാവാധിപനാണ്, ഭാഗ്യാധിപൻ. ഈ വലിയ പ്രായത്തിലും തീർത്ഥാടനങ്ങളോ അങ്ങനെ പുണ്യസ്ഥല സന്ദർശനമോ ഒക്കെ ചെയ്യുവാനുള്ള ഭാഗ്യവും ആരോഗ്യവും ഇവർക്കുണ്ടാകും. പൂരുരുട്ടാതി നക്ഷത്രക്കാരായ അത് കുംഭക്കൂറുകാർക്ക് ചന്ദ്രൻ 6ാം നാഥനാണ്. തണുപ്പ് കാലത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കണം. മനസ്സിന് പക്ഷേ എപ്പോഴും സന്തോഷമായിരിക്കും. മീനക്കൂറുകാർക്ക് ചന്ദ്രൻ 5ാം ഭാവാധിപനാണ്, പൂർവ്വ പുണ്യാധിപൻ എന്ന് പറയും. കൊച്ചുമക്കളുടെയും അവരുടെ കുട്ടികളുടെയും കൂടെ അതീവ സന്തോഷത്തോടു കൂടി സമയം ചെലവഴിക്കുവാൻ കഴിയും. അടുത്ത ചൊവ്വാദശയാണ്. ഏകദേശം 90 വയസ്സിന് മേൽ അപ്പോൾ പ്രായം വരാൻ സാധ്യതയുണ്ട്. 7 വർഷമാണ് ചൊവ്വാദശ. ഇത് 8ാമത്തെ ദശയായ മൈത്രദശയാണ്. വ്യാഴത്തിൻ്റെ പരമമിത്രമാണ് ചൊവ്വ. പുണർദം നക്ഷത്രക്കാർ അതായത് മിഥുനക്കൂറുകാർക്ക് ചൊവ്വ 6-11 ഭാവാധിപനാണ്. ആരോഗ്യം കൃത്യമായി നോക്കേണ്ട സമയമാണ്. മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് പ്രതിസന്ധികളെ മറികടക്കും. കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വ പരമയോഗകാരകനാണ്, 5-10 നാഥൻ. ഈ അതിവാർദ്ധക്യത്തിലും കുടുംബത്തിലെ ഏറ്റവും വലിയ തണൽ ഈ വ്യക്തിയായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ വാക്കിനായിരിക്കും കുടുംബത്തിൽ ഏറ്റവും വലിയ വില കൽപ്പിക്കപ്പെടുന്നത്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാക്കൂറുകാർക്ക് ചൊവ്വ 2-7 ഭാവാധിപനാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും ഈശ്വര ഭജനവും അനിവാര്യമായ കാലം. വൃശ്ചികക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് ചൊവ്വ സ്വന്തം രാശ്യാധിപനാണ്, ലഗ്നാധിപൻ. കടുത്ത ആത്മബലവും പ്രതിരോധശേഷിയും ഈ പ്രായത്തിലും ചൊവ്വാദേവൻ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് നൽകും. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചൊവ്വ 3-10 ഭാവാധിപനാണ്. കുടുംബത്തിൽ വലിയ ആദരവ് ലഭിക്കും. മീനക്കൂറുകാർക്ക് ചൊവ്വ 2-9 ഭാവാധിപനാണ്, ഭാഗ്യാധിപൻ. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കടമകളും പൂർത്തിയാക്കിയ ആത്മസംതൃപ്തി ഇവർക്കുണ്ടാകും. അടുത്തത് രാഹു ദശയാണ്. 100 വയസ്സിന് മേൽ പ്രായം വരുന്ന ഒരു കാലഘട്ടം. 18 വർഷം നീണ്ട ദശയാണ് ഈ രാഹുദശ. ഇത് 9ാമത്തെ ദശയായ പരമമൈത്ര ദശയാണ്. പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക്
2 കോറിലുള്ളവർക്കും രാഹു പൂർണ്ണ ആയുസ്സും ദീർഘായുസ്സുമാണ് നൽകുന്നത്. ജീവിതത്തിൽ താൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയായി വലിയൊരു വടവൃക്ഷം പോലെ വരും തലമുറയ്ക്ക് തണലായി നിന്ന് ശാന്തമായി വിശ്രമിക്കുവാൻ ഈ ദശ ഈ 3 നക്ഷത്രക്കാർക്കും അവസരമൊരുക്കും. ചുരുക്കത്തിൽ വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങളായ പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഒരേ ദശാക്രമമാണെങ്കിലും ഇവർ ജനിച്ച കോറിൻ്റെ വ്യത്യാസം ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്നുണ്ട്. ഇവരുടെ നല്ല സമയം, ഈ 3 നക്ഷത്രക്കാരിൽ ഓരോ നക്ഷത്രക്കാരുടെയും നല്ല സമയം എന്നത് പുണർദം കർക്കിടക കൂറുകാർക്ക് വ്യാഴദശയും മിഥുനക്കൂറുകാർക്ക് ബുധദശയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പുണർദം നക്ഷത്രക്കാർ ഈ സമയത്ത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം. അവർക്ക് നേട്ടങ്ങൾ, വിജയങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും ഈ 2 ദശയിലും, അതായത് വ്യാഴദശയിലും ബുധദശയിലും. അത് കണക്കാക്കി തന്നെ പ്ലാൻ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. വിശാഖ നക്ഷത്രക്കാർക്ക്, തുലാക്കൂറുകാർക്ക് ശനിദശയും ശുക്രദശയും ജീവിതം മാറ്റിമറിക്കുന്ന രാജയോഗ കാലങ്ങളാകുമ്പോൾ, വൃശ്ചികക്കൂറുകാർക്ക് ബാല്യത്തെ വ്യാഴദശയും മധ്യവയസ്സിലെ ബുധദശയിലുള്ള അവിചാരിത ധനലാഭവും വാർദ്ധക്യകാലത്തെ സൂര്യചന്ദ്ര ദശകളുമാണ് ഉന്നത പദവിയും വലിയ ഈശ്വരാനുഗ്രഹവുമുള്ള യോഗങ്ങളായി വരുന്നത്. ഈ കാലങ്ങൾ മനസ്സിലാക്കി വിശാഖ നക്ഷത്രക്കാർ തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്, കുംഭക്കൂറുകാർക്ക് ശുക്രദശ നല്ല കാലമാണ്. സാമ്പത്തിക ഉന്നതിയും പദവികളും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും. മീനക്കൂറുകാർക്ക് വ്യാഴദശയും ശുക്രദശയും വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും വിജയങ്ങളും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ 3 നക്ഷത്രക്കാരുടെയും വ്യത്യസ്തമായ 3 നേട്ടമുണ്ടാകുന്ന, സമ്പാദ്യമുണ്ടാകുന്ന, ഉന്നതി ഉണ്ടാകുന്ന രാജയോഗ സമാനമായ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മളിത് പറഞ്ഞത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ച് നേട്ടങ്ങൾ സ്വായത്തമാക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നുകൂടി പറയുന്നു. ഇനി ഈ 5 നക്ഷത്രക്കാർ നിർബന്ധമായും ചെയ്യേണ്ട, അവരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി പറയാം. ഒന്നാമത്തെ കാര്യം മഹാവിഷ്ണു അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ഭജനം. വ്യാഴത്തിൻ്റെ അതിദേവതയായ മഹാവിഷ്ണുവിനെയോ പരമശിവന്റെ വിദ്യാസ്വരൂപമായ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് അതീവ ഫലപ്രദമാണ്. വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് പൂർണ്ണമായ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് നൽകും. രണ്ടാമത്തെ കാര്യം ഗുരുത്വവും മുതിർന്നവരോടുള്ള ബഹുമാനവുമാണ്. ഈ 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഗുരുത്വമാണ്. സ്വന്തം അധ്യാപകരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് ഇവരുടെ കരിയറിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഭാഗ്യവർദ്ധനവ് നൽകും. മൂന്നാമത് നക്ഷത്ര വൃക്ഷങ്ങളെ സംരക്ഷിക്കുക. ഇവരുടെ നക്ഷത്ര വൃക്ഷങ്ങളെ സംരക്ഷിക്കണം. ഇവർ വെട്ടി നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ഒന്നും ചെയ്യരുത്. അതിൽ നിന്ന് ഇവർക്ക് ശ്രേഷ്ഠകരമായ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകും. ആ വൃക്ഷങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ തക്ക പവറുള്ളതാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മുള അവരുടെ ഭാഗ്യവൃക്ഷമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വയ്യങ്കതവ് ഭാഗ്യവൃക്ഷമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കരിന്തകര അഥവാ തേമ്പാവ് എന്ന വൃക്ഷം ഭാഗ്യവൃക്ഷമാണ്. ഇവ നട്ടുപിടിപ്പിക്കുക, സംരക്ഷിക്കുക. വീടിന് പരിസരത്ത് എവിടെയെങ്കിലും നട്ടു വളർത്തി സംരക്ഷിക്കുന്നത് ഇവരുടെ ജാതകത്തിലെ ദോഷങ്ങൾ ഇല്ലാതാക്കി ജീവിതത്തിൽ വലിയ പോസിറ്റീവ് ഊർജം നൽകുകയും തടസ്സങ്ങൾ മാറ്റുകയും ഭാഗ്യവർദ്ധനവിന് കാരണമാകുകയും ചെയ്യും. 4, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നതാണ്. വ്യാഴം വിദ്യയുടെ കാരകനായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതും വിദ്യാദാനം നടത്തുന്നതും ഇവർക്ക് വലിയ പുണ്യവും സാമ്പത്തിക ഉയർച്ചയും നൽകും. വിദ്യാദാനം എന്നത് നമുക്കറിയാവുന്ന വിദ്യ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള അറിവുകൾ ഈ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതും അവർക്ക് പഠിക്കാൻ ആവശ്യമായ സഹായങ്ങൾ, സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ പേനയോ ബുക്കുകളോ ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന ഉപകരണങ്ങൾ, പഠനോപകരണങ്ങൾ കൊടുക്കുന്നത് ഒക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. 5ാമത്തെ കാര്യം വ്യാഴാഴ്ചകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട നിറങ്ങളാണ്. വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. വ്യാഴാഴ്ചകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ മഞ്ഞയോ ചന്ദന നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒരു ചെറിയ മഞ്ഞ തുവാലെങ്കിലും കയ്യിൽ കരുതുന്നതും ഭാഗ്യം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും, ഭാഗ്യവർദ്ധനവുണ്ടാകും, ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും,
നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ഇതെല്ലാം കൂടാതെ തന്നെ നിങ്ങൾക്ക് പൊതുവായ ദാനധർമ്മങ്ങൾ ചെയ്യാം. ദാനധർമ്മങ്ങൾ എന്നത് അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരുപാട് ധനം ചെലവഴിച്ചോ അല്ലെങ്കിൽ കടം വാങ്ങിയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല. നിങ്ങളാൽ കഴിയുന്നത്, അത് ഒരു പിടി അരിയാണെങ്കിൽ പോലും അത് മതി. അതാണ് ദാനം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം, ദാഹജലം, വിശന്ന് വരുന്ന മൃഗങ്ങൾക്കോ മനുഷ്യനോ ഒരു പിടി ആഹാരം, ഇതൊക്കെ കൊടുത്താൽ മതി. നമുക്ക് കഴിയുന്നത് മാത്രം ചെയ്താൽ മതി. അതിന് വൻ തുകകളൊന്നും ചെലവഴിക്കേണ്ട. ദാനം, ധർമ്മം നിങ്ങൾക്ക് വലിയ പുണ്യങ്ങൾ നൽകും. നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റി നിങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമാക്കുന്നതിന് അത് നൽകുന്ന ഫലം ഒട്ടും ചെറുതല്ല. അതിനെ അങ്ങനെ നിങ്ങൾ ചെറുതായി കാണരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പൂജ അല്ലെങ്കിൽ വലിയൊരു വഴിപാടിനേക്കാളും ഭയങ്കരമായ ഫലം നമുക്ക് നൽകുന്നത് ഈ ചെറിയ ദാനധർമ്മമാണ്. അതായത് ഈ ആഹാരം നൽകുക എന്നതാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വേളയിൽ ഒരു വിശന്ന് വലഞ്ഞ ഒരാളിനെ കാണുന്നു, ഒരു വ്യക്തിയെ കാണുന്നു. അവർക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അവരുടെ വിശപ്പൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന, അത് ഈ പ്രപഞ്ചം കേൾക്കുന്ന അത്രയും പവറുള്ളതാണ്. അതിനുള്ളൊരു റിയാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രപഞ്ച ശക്തികൾ അതിനുള്ളൊരു പുണ്യം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് അലകൾ എത്തും. അത് ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നല്ല. ഞാനൊരാൾക്ക് ആഹാരം വാങ്ങിക്കൊടുത്തു, ഇതിൻ്റെ ഫലം എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ തേടി അലയേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടോ, എത്ര പ്രതിസന്ധിയിലോ, എത്ര പ്രശ്നങ്ങളോ ദുരിതത്തിലോ ആണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ കൃത്യമായ സമയത്ത് ഈ പ്രപഞ്ച ശക്തികൾ, ഈ യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് നേരെ ഒരു സഹായ ഹസ്തം നീട്ടിയിരിക്കും. നിങ്ങളെ പിടിച്ച് കയറ്റിയിരിക്കും. നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന, ഉന്നതി ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ ഉറച്ച് മുന്നോട്ട് പോവുക. നല്ല വ്യക്തികളായി ജീവിക്കുവാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനും കേടുവരുത്താത്ത, അതായത് അനാവശ്യമായി ആരെയും ദ്രോഹിക്കാത്ത, ഒന്നിനെയും ദ്രോഹിക്കാതെ, ഒരു ജീവജാലങ്ങൾക്കും ദോഷകരമായ പ്രവർത്തികൾ ചെയ്യാതെ ഒരു നല്ല സാത്വികനായ വ്യക്തിയായി, നിങ്ങൾ നന്മ നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയായി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അതാത് സമയം ഈ പ്രപഞ്ച ശക്തികൾ തീർച്ചയായും കൊണ്ടുതരും. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും, നേട്ടമുണ്ടാകും, സൗഭാഗ്യമുണ്ടാകും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമായിട്ട് വേണം കാണാൻ. അതായത് ജഗദീശ്വരൻ നമുക്ക് നൽകുന്ന, ഈ പ്രപഞ്ച ശക്തികൾ നമുക്ക് തരുന്ന ഒരു അവസരമാണ്. നമ്മളതിനെ അവഗണിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു വിശന്ന് വലഞ്ഞ മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടാൽ നിങ്ങൾക്ക് അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളിത് ചെയ്യണം. ഒരു വിശന്ന് വലഞ്ഞ് വന്ന ഒരു അനാഥ മൃഗം, ഒരു തെരുവ് നായോ പൂച്ചയോ അല്ലെങ്കിൽ ഒരു കിളിക്കുഞ്ഞോ ആകട്ടെ, നമുക്കതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക, അത് കുടിച്ചിട്ട് പോകും. അത് നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ അത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ചില വ്യക്തികളുണ്ട് പൂർണ്ണമായും അത്തരം കാഴ്ചകൾ കണ്ടില്ലെന്ന് നടിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നമ്മുടെ ഭവനത്തിലേക്കോ നമ്മുടെ മുന്നിലേക്കോ വന്നാൽ അതിനെ ആട്ടി ഓടിക്കും, അല്ലെങ്കിൽ അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കും. ആ വ്യക്തിയെ, ആളായാലും മൃഗമായാലും അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കും, അവഗണിക്കും. ചിലരാകട്ടെ അയ്യോ പാവം എന്ന് പറയും, ഒന്നും ചെയ്യില്ല. ഈ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം അയ്യോ പാവം എന്ന് പറഞ്ഞ് സഹതപിച്ചിട്ട് കാര്യമല്ല. ഈശ്വരൻ നമ്മുടെ മുമ്പിൽ ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ ജന്തുക്കളെ, പ്രാണികളെ കൊണ്ടുവരുന്നത് നമ്മളെ നിരീക്ഷിക്കാനും പരീക്ഷിക്കുവാനും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് നൽകുന്ന ഒരു അവസരമാണ്. ആ അവസരം നമ്മൾ അവഗണിക്കുകയാണോ, നിഷ്കരണം തള്ളിക്കളയുകയാണോ, ഉപദ്രവിച്ച് ഓടിച്ചു വിടുകയാണോ, അതോ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ആ വന്ന് നിൽക്കുന്നതിനെ നമ്മളാൽ കഴിയും വിധത്തിൽ എന്ത് സഹായമാണ് ചെയ്യുന്നത് എന്നെല്ലാം നിരീക്ഷിക്കുന്ന ഒരു വലിയ സിസ്റ്റം ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സൽ പവറിൽ ഉണ്ട്. അത് മനസ്സിലാക്കുക. അത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ നമുക്ക് തരും. നല്ല പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് ഒട്ടും ആശങ്കപ്പെടേണ്ട, നല്ല ഫലങ്ങൾ തന്നെ കിട്ടും എന്നത് ഉറപ്പാണ്. നിങ്ങളൊരു നല്ല വ്യക്തിയാണ്, യാതൊരുവിധ സംശയങ്ങളും ഇല്ല. നിങ്ങൾ നന്നായി തന്നെ ജീവിക്കുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, സഹജീവികളോട് കാരുണ്യവും കടാക്ഷങ്ങളും ഒക്കെയുള്ള ഒരു നല്ല വ്യക്തി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയിക്കുന്നില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചശക്തികൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉന്നതിയും ആയുരാരോഗ്യ സൗഖ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ യഥേഷ്ടം നൽകും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.